നമ്മുടെ ഹോമീസിലെ ഞാനൊരു വെബ് സീരീസ് ചെയ്യുന്നില്ലേ, അതിനകത്തുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ റിസപ്ഷനാണ് ഇന്നലെ കല്യാണമായിരുന്നു. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് റിസപ്ഷന് പോകാമെന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ പോവുകയാണ്. റിസപ്ഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് തമിഴ്നാട്ടിലാണ് റിസപ്ഷൻ. അതായത് നമ്മുടെ നെയ്യാറ്റിങ്കര ആ സൈഡാണ് കേട്ടോ. ബോർഡറൊക്കെ കഴിഞ്ഞ് പോകണം. എനിക്ക് കറക്റ്റ് സ്ഥലം എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എല്ലാവരും കൂടി പോവാം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഒരു സൽവാറാണ്, ഒരു ഓഫ് വൈറ്റ് സൽവാറിന് കൂടെ ഒരു ലോട്ടസ് സെറ്റ്, ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നെക്ലേസ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു സെറ്റാണ് ഞാൻ ഇന്ന് വെയർ ചെയ്തത്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മാച്ചിന് ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോംബോയിൽ കുപ്പിവള. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. 4:30 റിസപ്ഷൻ തുടങ്ങുന്നത്. മിക്കവാറും ചെറുക്കനും പെണ്ണും എത്തുന്നതിന് മുന്നേ ഞങ്ങളായിരിക്കും എത്തുന്നത്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ വരും. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഫങ്ഷനൊക്കെ കഴിഞ്ഞു, വീടെത്തി, ടയർഡായി. അടിപൊളി ഫങ്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ ഡേ 3 കഴിഞ്ഞു. വീണ്ടും പാടടി പിന്നാലെ രക്തക്കതിരുള്ളൊരു സൂര്യനു നിൽക്കാറായടി എന്നാല് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. ശരിക്കും കല എന്ന് പറയുന്നത് നമ്മളിലൊക്കെ ദൈവാംശം എവിടെയൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ കലാകാരായി തീർന്നത്.
4:30 AM in the morning. ഇപ്പോഴാണ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് അമ്മേ എത്തുന്നത്. അപ്പോൾ ഞാനങ്ങ് ടയേർഡായി ചത്തു. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാൻ ടൈമില്ല, വേഗം പോകണം. പോയിട്ട് ഇപ്പം ഷൂട്ടിന് പോകണം, അപ്പോൾ അതിന് റെഡിയാവണം. ഹെക്റ്റിക് ഡേ. ഹലോ ഇന്നിപ്പോൾ നമുക്ക് 2 ദിവസത്തെ ഒരു ഇതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് 2 ദിവസവും മറ്റേ കമ്പൈൻഡായിട്ട് വന്നേക്കുന്ന ഒരു സംഭവമായിരുന്നേ. ഇന്നലെ ഞാൻ മറ്റേ ആത്മയുടെ ആ പ്രോഗ്രാം കാര്യങ്ങൾ അതിനൊക്കെ പോയിട്ട് ഇന്നിപ്പോൾ ഞാൻ അടുത്തത് ഷൂട്ടിന് പോകണം. ഇപ്പോൾ 6 മണിയാകുമ്പോൾ വണ്ടി വരും. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പം ഫുൾ മേക്കപ്പിൽ പോയിട്ട് വന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നില്ല. കാരണം റിമൂവ് ചെയ്ത് വീണ്ടും ഞാനിത് ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട, റിമൂവ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാം, എന്നിട്ട് വർക്കിന് പോവാം. നല്ല ടയേർഡാണ്. ടയേർഡെന്ന് വെച്ചാൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുവാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലേ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ആത്മയുടെ പ്രോഗ്രാം എനിക്ക് മിസ് ചെയ്യണം എന്നില്ലായിരുന്നേ. അപ്പോൾ ഇന്നലെ അവിടെ പോയിട്ട് വന്നു. കുറേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇനിയിപ്പം ബാക്ക് ടു വർക്ക്. അപ്പം ഞാനിനി പോയിട്ട് റെഡി ആവട്ടെ. എൻ്റെ കോസ്റ്റ്യൂം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ട്യൂണിക്കായിരുന്നു. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ ഞാൻ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരു നെറ്റ്, ഒരു സോക്സും കൂടി ഞാൻ ഒന്ന് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് ലുക്കായിരുന്നു. എനിക്ക് ആ ഒരു ലുക്ക് എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ. ഇനിയിപ്പോൾ പോയി ഒന്ന് മെയിലൊക്കെ കഴുകി ഒന്ന് മേക്കപ്പൊക്കെ ഒന്ന് ഫ്രഷ് ആക്കി ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഹലോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, എന്നിട്ട് കോസ്റ്റ്യൂം ഇട്ടു. അപ്പം തന്നെ എന്നെ വിളിക്കാൻ മതിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ ഇറങ്ങി. ആകെ മൊത്തത്തിൽ ഉറങ്ങാത്തത് കൊണ്ടൊരു സുഖമില്ല, പിന്നെ വിശക്കുന്ന്, അങ്ങനെ ആകെ മൊത്തമൊരു രാവിലെ ഒരു ടെമ്പിൾ വൈബിലൊക്കെ നമ്മൾ ലൊക്കേഷനിൽ പോകണം. ഇവിടെ എന്താ ഉത്സവമാണോ ചേട്ടാ? തിരിച്ചു വരുമ്പോൾ ലൈറ്റ് കാണാം. അപ്പം അതൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശക്കുന്നു. പോയടനെ വല്ലതും കഴിക്കണം എന്ന പ്ലാനോട് കൂടിയാണ് ലൊക്കേഷനിലോട്ട് ഇപ്പോൾ പോകുന്നത്. അപ്പം എന്തായാലും പോയിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മൾക്ക് പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് വലുതാണ്, പക്ഷെ ഇത് ചെറുത് ഇത്തിരി ഉള്ളല്ലേ. ഇങ്ങോട്ട് വലിയ കയറുന്നു. നീരടിച്ച് കാല് തറ തൊടാൻ വയ്യ. അതിനിടയിൽ കൂടെ ഇവൻ കുച്ചു കുച്ചു